നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ശമ്പളവും പെൻഷനും നൽകാതെ ജനങ്ങളെ തെരുവിൽ ഇറക്കിയത് എന്തിന്? കേന്ദ്ര സർക്കാരിന് അതിനുള്ള മറുപടിയുണ്ടോ? കള്ളപ്പണക്കാരെ പിടിക്കാനാണെങ്കിൽ ഇതുവരെ എത്ര കള്ളപ്പണം പിടിക്കാനാകുമെന്ന് പറയാനാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ശമ്പളക്കാരും പെൻഷൻകാരും പണം കിട്ടാതെ റോഡിൽ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് എന്ത് മറുപടി പറയാനുണ്ട്? കള്ളപ്പണം പിടിക്കാൻ ആകും എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ ആകുന്നുണ്ടോ? ഈ വിഷയം ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, BJPക്ക് വേണ്ടി ശ്രീ KVS ഹരിദാസ്, ശ്രീ റെജി ലൂക്കോസ് എന്നിവർ. ശ്രീ KVS ഹരിദാസ്, കേരളത്തിൽ ശമ്പളവും പെൻഷനും കൊടുക്കേണ്ട പ്രധാനപ്പെട്ട തീയതികളിൽ ഒന്നുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. ഇന്നലെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ റിസർവ് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പണവിതരണ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നാണ് BJP പ്രതികരിച്ചത്. അതെല്ലാം കണ്ടെത്തി ഇന്നത്തേക്ക് റിസർവ് ബാങ്കിനെ ശുദ്ധീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പ്രശ്നം അതിരൂക്ഷമാണ്. നാളെ വേണ്ടത് 200 കോടിയാണ്. എന്താണ് കരുതി വച്ചിട്ടുള്ളത്? ലാലെ, ഈ പ്രതിസന്ധി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഈ ശമ്പളത്തിൻ്റെ ദിവസങ്ങൾ വരുന്നു. 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ശമ്പളത്തിന് പണം കണ്ടെത്തണം. അത് റിസർവ് ബാങ്കിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ. ഞാൻ ലാലിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു ചെറിയ കാര്യം മാത്രം കൊണ്ടുവരാം. നിയമസഭ കൂടിയിരുന്നു സഹകരണ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സമ്മേളനം 22/11. അതിൽ ആ സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തിയ തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടിയ ഒരു അംഗീകാരം, സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടിയിട്ടുള്ള അംഗീകാരം അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, 12 മണി കഴിഞ്ഞ് 56 മിനിറ്റ് കഴിഞ്ഞ് 44 സെക്കൻഡുള്ള സമയത്ത് പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ഉന്നയിച്ചു. അദ്ദേഹം ചോദിച്ചത്, ഏതായാലും ഇതൊക്കെയാണ് സാമ്പത്തിക സ്ഥിതി എന്ന് എല്ലാവരും പറയുന്നുണ്ട്, ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമുള്ള സംവിധാനം എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അത് തടസ്സപ്പെടുമോ? അതായത് 22/11 രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യമാണ്. അതിന് തോമസ് ഐസക് മറുപടി പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീ KVS ഹരിദാസ്, എങ്ങോട്ടേക്കാണ് ചർച്ച പോകുന്നത് എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ആ കാര്യത്തിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് സംസ്ഥാനത്ത് ധനത്തിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, ഖജനാവിൽ പണമുണ്ട്. പക്ഷേ ഈ നോട്ട് പ്രതിസന്ധി മൂലം ഉണ്ടായിട്ടുള്ള ഈ ചില്ലറ നോട്ടുകളുടെ കാര്യത്തിൽ ആ പണം എത്തിക്കേണ്ടത് ഖജനാവിന്റെ അക്കൗണ്ട് പരിശോധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതെത്തിക്കുന്ന കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ പണം ഉണ്ടായിട്ടും ആളുകൾക്ക് അത് പണമായി നൽകാൻ സാധിക്കാതെ വരുന്നത്. ഈ സർക്കാർ തന്നെ ഉറപ്പ് നൽകിയ 24,000 പോലും. അല്ലേ, ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയും കൂടി നമ്മൾ കാണുന്നതിനൊപ്പം തമിഴ്നാട്ടിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ശമ്പളം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. തെറ്റാണ് ശ്രീ KVS ഹരിദാസ്. ആ കാര്യം ഞാൻ വ്യക്തമായി പരിശോധിച്ചു. ഈ സോഷ്യൽ മീഡിയയിലെല്ലാം തമിഴ്നാട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ചുമതലയുള്ള പനീർ സെൽവത്തിന് ഡോക്ടർ തോമസ് ഐസക്കിനേക്കാൾ വലിയ ഡിഗ്രികൾ നേടിക്കൊടുക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ. മനോരമയിൽ വന്നൊരു വാർത്ത ആണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നതും. അതിൽ കൃത്യമായ വാർത്തയിൽ പറയുന്നുണ്ട്, സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് അക്കൗണ്ടിൽ പണം എത്തി തമിഴ്നാട്ടിൽ. ശരിയാണ്, കേരളത്തിലും അത് അക്കൗണ്ടിൽ പണമുണ്ട്. പക്ഷെ പണം പിൻവലിക്കുന്ന കാര്യത്തിൽ തമിഴ്നാട്ടിലും പ്രതിസന്ധി ഉണ്ട് ശ്രീ KVS ഹരിദാസ്. അത് ആ വാർത്തയിലുണ്ട്. അങ്ങ് തുടർന്ന് നോക്കിയാൽ അത് കാണാവുന്നതേ ഉള്ളൂ. ലാലേ, ഞാൻ പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുഴുവൻ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്.
പെൻഷനേഴ്സിൻ്റെ ശമ്പളം മുഴുവൻ ഈ പെൻഷൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും തന്നെ ട്രഷറികളിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് മാറ്റുന്നത്. ഈ പണം മുഴുവൻ സർക്കാർ അങ്ങ് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ ഇവിടുത്തെ മീൻകാരനും പാൽക്കാരനും ട്യൂഷൻ എടുക്കുന്ന ടീച്ചറിനും മറ്റ് ഓട്ടോക്കാരനും ഒക്കെ ആ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെക്ക് കൊടുത്താൽ മതിയോ? ഈ ചെക്ക് കൊടുത്താൽ അതെന്താണെന്ന് തിരിച്ചും മറിച്ചും നോക്കുന്ന സാധാരണ സ്ത്രീകൾ നടത്തുന്ന കച്ചവടമുണ്ട് ഇവിടെ. അതൊക്കെ എല്ലാം ശരിയാകുമോ? ഇതെല്ലാം കൃത്യമാക്കിയിട്ടാണോ ഈ പ്ലാസ്റ്റിക് മണി ഇവിടെ ആക്കാൻ പോകുന്നത്? അതെല്ലാം അവിടെ നിൽക്കട്ടെ. ശ്രീ കെ വി എസ് ഹരിദാസ്, കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത്, അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ബുദ്ധിമുട്ടെല്ലാം നടത്തുന്നത്. അതെല്ലാം അംഗീകരിച്ചാൽ ഇപ്പോൾ കള്ളപ്പണം എത്രയാണ് പിടിക്കാൻ പോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. 11 കോടിയോളം രൂപ ഈ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ 14 കോടി ചില്ലറ ഉള്ളിടത്ത് എത്തിക്കഴിഞ്ഞു ബാങ്കുകളിൽ. ഇനി 3 കോടിയും കൂടിയാണ് 31-ാം തീയതിക്കകം വരാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞിരുന്നല്ലോ, നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണത്. അത് ഡേ 1 മുതൽ നമുക്കറിയാം അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടെന്ന്. എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രതിസന്ധി? എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് ചോദ്യം. എന്തിനു വേണ്ടിയാണ് ഈ പാവങ്ങൾ, ചിലർ മരിച്ചു വീണത്, ചിലർ വെയിലത്ത് നിൽക്കുന്നത്, ടോക്കൺ വാങ്ങി വീട്ടിൽ പോകുന്നത്, അവർ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ പറ്റാത്തത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? നിങ്ങൾ 8-ാം തീയതി മുതൽ പറഞ്ഞത് പലതും മാറ്റി പറഞ്ഞല്ലോ. ഇന്ന് ഒരിക്കൽ കൂടി അങ്ങ് ചർച്ചയിൽ പറയൂ, എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്? അതിന്റെ പ്രതിഫലം, അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും ലാലെ. രണ്ട് മാസം വെയിറ്റ് ചെയ്യൂ. ഈ കള്ളപ്പണം മുഴുവൻ ശരി, 2 മാസം കഴിഞ്ഞ് നമുക്ക് നോക്കാം. പക്ഷെ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ട്രഷറിയിലും ബാങ്കിലും പോയി ഒന്നും കിട്ടാതെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾ കാണട്ടെ, കേൾക്കട്ടെ. അവരോട് പറയൂ ശ്രീ കെ വി എസ് ഹരിദാസ്, ഇതാണ് നിങ്ങൾ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് കഷ്ടപ്പെട്ടതിന് കിട്ടാൻ പോകുന്നത് എന്നൊന്ന് പറയൂ. ഇതാണല്ലോ നിങ്ങൾ 8-ാം തീയതി മുതൽ പറയാൻ ശ്രമിക്കുന്നത്. എന്താണത്? ലാല് ഒന്നിനും എന്നെ പറയാൻ സമ്മതിക്കുക. ഞാൻ രാവിലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാം. പക്ഷേ ഓരോ വാക്കിലും കയറി ഇടപെടരുത് ദൈവത്തെ വിചാരിച്ചിട്ട്. കാരണം സംസാരിക്കാൻ കഴിയുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്, അത് പരിഹരിക്കാൻ സമയമെടുക്കും, നമുക്കൊക്കെ അറിയാം. സാർ, അതല്ല ചോദ്യം. ഞാൻ ഇടപെടേണ്ടി വരുന്നു. ആകെ 45 മിനിറ്റുള്ള ചർച്ചയിൽ 4 അതിഥികളുണ്ട്. ലോകത്ത് മുഴുവൻ തീരാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഈ സമയം തന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പൊക്കോളവനൊക്കെ ഉപദേശിക്കുന്നുണ്ടാകും. അതൊന്നും കേൾക്കല്ലേ. ഈ ചർച്ചയിൽ ജനങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് കൃത്യമായി, എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പാട്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് അങ്ങ് ഒന്ന് പറയൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ലാല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിൽ എത്ര ശതമാനം കള്ളപ്പണം ഉണ്ടായിരുന്നു, ഇവിടെ എത്ര ശതമാനം കള്ളനോട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അധോലോക സംഘങ്ങളും ഭീകരന്മാരും രാഷ്ട്രവിരുദ്ധ ശക്തികളും മുഴുവൻ ഉപയോഗിച്ചിരുന്നത് ഈ കള്ളനോട്ടുകളാണ്. അത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നിന്ന് നാട് നീങ്ങി. അതിന് ആരും ആ നടപടികളെ, ആ തീരുമാനങ്ങളെ ഒരാളും എതിർത്തിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി മുതൽ കോൺഗ്രസ് വരെ സർവ്വരും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതിനൊപ്പം തന്നെ പണമുണ്ട്. കാരണം അൺഅക്കൗണ്ടഡ് മണിയുണ്ട്. ആ പണം ഒന്നില്ലെങ്കിൽ അതിൻ്റെ ടാക്സ് കൊടുക്കാൻ തയ്യാറായിട്ട് അതിൻ്റെ ടാക്സ് കൊടുത്തത് വൈറ്റ് മണി ആക്കിക്കോട്ടെ, അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷവും ചെയ്യാത്തവർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സമയമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാഷ്ട്രത്തിനെ കബളിപ്പിച്ച് കയ്യിൽ വച്ചിട്ടുള്ള പണം തുറന്നു കാട്ടാനുള്ള അവസരമാണിത്. അതിനെല്ലാവരും പിന്തുണയ്ക്കണം. അതിനകത്ത് ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ചോദ്യം കൂടി ഞാൻ അങ്ങയോട് ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് മറ്റു അതിഥികളിലേക്ക് പോകാം. അങ്ങീ പറയുന്നത് പോലെ കള്ളപ്പണം മുഴുവൻ തിരിച്ച് വരാതെ ആളുകൾ കയ്യിൽ വെച്ചേക്കും എന്നുള്ളതാണല്ലോ ഇതിന്റെ ഒരു യുക്തി. ഈ 14,84,83,00,000 ആണെന്ന് തോന്നുന്നു, 14.18 ലക്ഷം കോടി. അത്രയും 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ വിതരണം ചെയ്തിട്ടുള്ളത് മുഴുവൻ തിരിച്ചെത്തുകയാണെങ്കിൽ കള്ളപ്പണം പിടിക്കാനായില്ല എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ 11 കോടിയോളം എത്തിയിരിക്കുന്നു. ഇനി 31 വരെ ഉണ്ട്. ഇനി ഒരു 3 കോടി കൂടിയാണ് വരാനുള്ളതെങ്കിൽ നേപ്പാളിൽ നിന്ന്, ഭൂട്ടാനിൽ നിന്ന് പ്രവാസികളായിട്ടുള്ളവർ വെച്ചിരിക്കുന്നത് ഈ
ഇനി തിരക്ക് കുറയട്ടെ എന്ന് പറഞ്ഞ് ബാങ്കിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പോയി വരുന്ന 1-2 ലക്ഷം കോടി ഇനിയും വന്നില്ലെങ്കിൽ തന്നെ അത് പിടിക്കാൻ വേണ്ടിയാണോ സാർ ഇപ്പൊ തന്നെ 3 ലക്ഷത്തിലധികം കോടി രൂപയുടെ ദേശീയ നഷ്ടം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്? ആളുകളെ കൊന്നത്, ഈ പണം കിട്ടാത്ത അവസ്ഥയുണ്ടാക്കി ആളുകളെ നിക്ഷേപിച്ച പൈസ പോലും ഇല്ലാത്ത രീതിയിലേക്ക് എത്തിച്ചത്? മറുപടി. ലാല് പറഞ്ഞ കണക്ക് ശരിയല്ല. ഈ 11 ലക്ഷം കോടിയൊന്നും തിരിച്ചു വന്നിട്ടില്ല. എത്ര വന്നു? കാരണം എത്ര വന്നു? അതല്ല യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. ഇനി വരാനുണ്ട് പൈസ. ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 8 ലക്ഷം കോടിയുടെ അടുത്താണ് കണക്ക് വന്നിട്ടുള്ളത്. 8.43 ലക്ഷം കോടി എന്ന് പറയുന്നത് ഏത് തീയതിയിലെ കണക്കാണെന്ന് അങ്ങേക്ക് അറിയാമോ സാർ? ഏത് തീയതിയിലെ കണക്കാണെന്ന് അറിയാമോ? ഞാൻ ഈ അടുത്ത ദിവസം കണ്ട കണക്കാണ്, എന്റെ ഔദ്യോഗിക രേഖയല്ല ഞാൻ പറഞ്ഞു. ശരി, ഈ അടുത്ത ദിവസം പുറത്തേക്ക് വന്നെങ്കിൽ അത് നവംബർ 27 വരെയുള്ളതാണ്. നവംബർ 27 വരെയുള്ള കണക്കാണ് 8.45 ലക്ഷം, അതായത് 9 ലക്ഷം കോടി എന്ന് പറയുന്നത്. അത് നവംബർ 30 ആകുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ, ഈ കണക്കുകൾ എടുത്തവർ തന്നെ പറഞ്ഞിരിക്കുന്നത് 11 കോടി എത്തും എന്നാണ്. ഇപ്പോൾ ഡിസംബർ 2 ആണ്. ഇപ്പോ ഇന്നെങ്കിലും കൂട്ടിയാൽ 11 ലക്ഷം കോടി ആയിട്ടുണ്ടാകാം. അത് കഴിയാനാണ് സാധ്യത. അല്ല, നോക്കൂ, അങ്ങനെ കണക്ക് പറയാതെ, കാരണം എത്തിയിട്ടുണ്ടാകാമെന്നുള്ളതല്ല, ഗവൺമെന്റ് റിലീസ് ചെയ്ത കണക്കാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് 9 ലക്ഷം കോടി എന്ന് പറഞ്ഞത്. വരട്ടെ, ഞാൻ പറയുന്നത് ഈ പണം മുഴുവൻ ടാക്സ് അടച്ചിട്ട് അങ്ങനെയല്ല ലാലെ, ഈ പൈസ മുഴുവൻ ബാങ്കിൽ എത്തിയിട്ട് ടാക്സ് അടച്ച് വരികയാണെങ്കിൽ അതല്ലേ നല്ലത്. ഈ ജനങ്ങൾ മുഴുവൻ ആളുകളുടെ പണം മുഴുവൻ ബാങ്കിൽ എടുത്തു വെച്ചിട്ട് അവരെ വെളുപ്പിക്കാൻ അവസരം കൊടുത്താൽ പോരെ? ഇതെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്? ഞാൻ തിരിച്ചു വരാം ശ്രീ KVS ഹരിദാസ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു അത്രേ, ഇവിടെ ധന പ്രശ്നമൊന്നുമില്ല, ശമ്പളമെല്ലാം കൃത്യമായി കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ പറ്റാതായെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സംസ്ഥാനത്തെ സർക്കാരാണെന്ന് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നതിന് എന്തർത്ഥമുണ്ട്? ശ്രീ രമേശ് ചെന്നിത്തല ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് ഈ ചോദ്യം ചോദിച്ചതും ശരിയാണ്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് ആ ഉത്തരം കൊടുത്തതും ശരിയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. പണത്തിനിവിടെ യാതൊരു ദാരിദ്ര്യമില്ല, പണമുണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ പണം കിടപ്പുണ്ട്, പക്ഷേ എടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ അനുവാദം ഇല്ലെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് 6 ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട്, പിന്നെ പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പിന്നെ പെൻഷൻകാരുണ്ട്. ഇവർക്കെല്ലാം കൂടി ശമ്പളം കൊടുക്കുന്ന 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെയാണ്. മൊത്തം ശമ്പളം കൊടുക്കാൻ 3100 കോടി രൂപ വേണം. ആദ്യത്തെ ദിവസം 750 കോടി, രണ്ടാമത്തെ ദിവസം 700 കോടി, പിന്നെ 480 കോടി, 400 കോടി, 300, 250, 280, അങ്ങനെ 3100 കോടി വേണം. ഇതിൽ 5.5 ലക്ഷം ആളുകളാണ് ബാങ്കിലൂടെ ഈ സേവനം ഉപയോഗിക്കുന്നത്. 4 ലക്ഷം ആളുകൾ നമുക്കറിയാം ട്രഷറിയിലൂടെയാണ് ഈ സേവനം ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് താൽക്കാലിക ജീവനക്കാരും പാർട്ട് ടൈം ജീവനക്കാരും, അത് പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു പറ്റം ജീവനക്കാരും നേരിട്ട് പണം സ്വീകരിക്കുന്ന പ്രവണതയുണ്ട്. എന്തായാലും 3100 കോടി രൂപ വേണം. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് ശമ്പളം കൊടുക്കാൻ 500 കോടി രൂപ ചോദിച്ചപ്പോൾ പറഞ്ഞത് 24,000 രൂപയെ പിൻവലിക്കാനാവൂ, പിന്നെ ഈ ആദ്യത്തെ ഗഡുവായിട്ട് എന്തിനാണ് ഇത്രയും കൊടുക്കുന്നത്? അതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം എത്ര ശമ്പളം കൊടുത്താലും 25,000 അല്ല ഒരാഴ്ചയെ പിൻവലിക്കാൻ പറ്റൂ. അപ്പോൾ 50 കൊടുത്താലും 25 അവിടെ കിടക്കും, 25 പിൻവലിക്കാൻ പറ്റൂ. അത് ശ്രീ തോമസ് ഐസക് സമ്മതിക്കുകയും 25,000 വെച്ച് കൊടുക്കാനാണ് ആദ്യം 250 കോടി കൊടുക്കാം എന്ന് പിന്നെ റിസർവ് ബാങ്കിൻ്റെ ആളുകൾ സമ്മതിക്കുകയും, പക്ഷെ കൊടുത്തപ്പോൾ അത് 189 കോടിയായി. അപ്പം പിന്നെ അത് നമ്മൾ കണക്ക് വെച്ചു 189 എന്ന് പറഞ്ഞിട്ട് അവസാനം കയ്യിൽ കിട്ടുമ്പോൾ അത് 111ആയി. അതിൽ 89 കോടി രൂപ രാവിലെ കൊടുത്തു, 22 കോടി രൂപ ഉച്ചയ്ക്ക് കൊടുത്തു. 222 ട്രഷറികളാണ് കേരളത്തിലുള്ളത്. ഈ ധനകാര്യമന്ത്രി പറഞ്ഞതോ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞതോ ആയ ഒരു ആരോപണവും ഇതുവരെ റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രതികളും നിഷേധിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് പറയുന്ന പച്ചക്കള്ളമാണ്, ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ആ എമൗണ്ട് കുറച്ച് പറയുകയാണ്, ട്രഷറിയിൽ ഇത്ര രൂപ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ഇത്ര രൂപ എത്തിച്ചിട്ടുണ്ട്.
റിസർവ് ബാങ്കിൻ്റെ ഒരാൾ പോലും ഇതുവരെ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്നും ഞങ്ങൾ ഇത്ര രൂപ വെച്ച് ഇന്ന ട്രഷറികളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ ഇന്ന ജില്ലകളിലെ ഇന്ന ബാങ്കുകൾ എത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഇന്നുവരെ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. BJPയുടെ നേതാക്കന്മാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിക്ക് വേണ്ടിയാണ്. റിസർവ് ബാങ്ക് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അതിൻ്റെ വക്താക്കളോ ബ്രാൻഡ് അംബാസിഡർമാരോ ആയി ഈ ചർച്ചകൾ പങ്കെടുക്കാൻ ഒരു BJP നേതാവിനും അവകാശമില്ല. കാരണം അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് ഈ അടുത്ത കാലത്തെ ഇടപാടുകൾ കാണുമ്പോൾ മാറി എന്ന് പറയേണ്ടി വരുമോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അക്ഷന്തവ്യമായ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്, ഭൂരിപക്ഷമുള്ള പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെയാണ് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാരാക്കിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ആ മന്ത്രിമാരോട് ആലോചിച്ചിട്ടില്ല. റിസർവ് ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായിരുന്ന ഉർദീപ് പട്ടേലിനെയാണ് വെച്ചത്. ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് വയ്ക്കാൻ പറ്റിയ ഒരു ആത്മമിത്രം വേറെ ആരുണ്ട്? റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായിരുന്ന ഉർദീപ് പട്ടേലാണ് ഇന്ന് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. അപ്പോൾ മന്ത്രിമാർ, ധനകാര്യമന്ത്രി അറിഞ്ഞിട്ടില്ല ഈ തീരുമാനം, അതുപോലെ തന്നെ ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല തീരുമാനം, എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും മൊബൈൽ ഫോണുകൾ പുറത്തിരുത്തി അകത്തു കൊണ്ടുപോയി. സാധാരണഗതിയിൽ 1946 ഈ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് നടന്നു. 1978 മൊറാർജി ദേശായി ഇന്ത്യ ഭരിക്കുമ്പോൾ അന്ന് നമുക്കറിയാം നോട്ടുകൾ പിൻവലിച്ചുകൊണ്ടുള്ള നടപടി വന്നു. അതൊക്കെ ഓർഡിനൻസ് വഴിയാണ്. ഓർഡിനൻസ് വഴി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി 6 മാസത്തിനകം പാർലമെൻറ്റിൽ വരണം, നിയമമാകണം, രാഷ്ട്രപതി ഒപ്പിടണം, ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയതിൻ്റെ അന്ന് രാത്രിയിൽ അദ്ദേഹം തായ്ലൻഡ് വഴി ജപ്പാനിൽ പോയി തിരിച്ചു വന്നു. മൈതാന പ്രസംഗങ്ങൾ നടത്തുന്നതല്ലാതെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ പോയി ഇന്ന് വരെ അദ്ദേഹം പാർലമെന്റിനെ നേരിടാൻ തയ്യാറായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു, ഗോവയിൽ പോയി പ്രസംഗിച്ചു, ഗുജറാത്തിൽ പ്രസംഗിച്ചു. ഇതെന്താ മൈതാന പ്രസംഗത്തിനാണോ പ്രസക്തി? അദ്ദേഹം പാർലമെന്റിനെ മുഖവിലേക്കെടുത്ത് പാർലമെന്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഈ പ്രമേയം വോട്ടിനിട്ടാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ പ്രമേയം പാസ്സാവില്ലേ? ശരി, ശ്രീ മുഹമ്മദ് റിയാസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡിസംബർ 2 രാത്രിയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നവംബർ 8 രാത്രിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും വിജയിച്ചു നിൽക്കുക തന്നെയാണെന്ന് ശ്രീ KVS ഹരിദാസിനെ പോലുള്ളവർ പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്താണ് ശരിക്കും സർക്കാരിൻ്റെ ഉദ്ദേശം എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്? നവംബർ 8 ഈ തീരുമാനം കൈക്കൊള്ളുന്ന സമയത്ത് പലരും നിഷ്കളങ്കമായി ഈ തീരുമാനത്തെ പിന്തുണച്ചവരുണ്ട്, പലരും. പക്ഷെ അങ്ങനെ പിന്തുണച്ചവരുടെ എണ്ണം പിന്നീട് ക്രമേണ കുറഞ്ഞു വന്നു. ഇപ്പോൾ ലാലെ ഡിസംബർ 2 എത്തി നിൽക്കുമ്പോൾ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പോലും ഈ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ചാനൽ ചർച്ചയിൽ പലരെയും കാണാത്തത്. അപ്പോൾ ഈ 22 ദിവസത്തെ ആകത്തുക എന്തെന്ന് ചോദിച്ചാൽ ചെറു ന്യൂനപക്ഷം വരുന്നവർ മാത്രമേ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഒന്ന്, പ്രധാനമായും ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ പഴയയിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് അതൊന്നും ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കള്ളപ്പണം എന്താണെന്നും കള്ളപ്പണത്തിൽ ക്യാഷ് ലിക്വിഡ് ക്യാഷ് വളരെ കുറച്ച് ശതമാനമാണ്. കള്ളപ്പണത്തെ പിടിക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർ പിടിക്കേണ്ടിയിരുന്നത് കള്ളപ്പണക്കാരെയാണ്. അതിനാണ് സുപ്രീം കോടതി വീണ്ടും ഇവരോട് ചോദിച്ചത്, ഗവൺമെൻറ്റിനോട്, ഈ 627 കള്ളപ്പണക്കാർ സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ ഇവിടുത്തെ നികുതി വെട്ടിച്ച് പണം നിക്ഷേപിച്ചവരുടെ പേരുവിവരം എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഈ ചോദ്യത്തിന് BJP നേതാക്കന്മാർക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഈ നിമിഷം വരെ മറുപടിയില്ല. അപ്പോൾ ആത്മാർത്ഥത ഈ വിഷയത്തിലുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടത്. അത് പോട്ടെ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാടിന് വന്നിട്ടുള്ള നഷ്ടം ചെറുതാണോ? 1,28,000 കോടി രൂപ നോട്ട് പിൻവലിക്കൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ചെലവ് വന്നു. ഇത് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായ അഭിപ്രായമല്ല. സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി എന്ന ആധികാരികമായ സ്ഥാപനം നടത്തിയ പഠനമാണ്. മൊത്തം 3 ലക്ഷം കോടി രൂപയുടെ ചെലവ് ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഇതിൻ്റെ ഭാഗമായി പിടിച്ച കള്ളപ്പണം എത്ര? ലാല് നേരത്തെ അവിടെ കണക്ക് അവതരിപ്പിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടെ വളരെ കൃത്യമായി നവംബർ 30 വരെയുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ട്.
നവംബർ 30 വരെ 11 ലക്ഷം കോടിയല്ല വരിക, അതിലും ചില്ലറ കുറച്ചുകൂടി കൂടും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫാക്റ്റ്? അതാണ് ഇവിടെ പ്രശ്നം. ഇതുകൊണ്ട് ആർക്കാ ഗുണം ഉണ്ടായത്? കുറേ പേർ മരിച്ചു വീണു. ഈ മരിച്ചു വീണതിൽ ഏതെങ്കിലും ഒരു കള്ളപ്പണക്കാരുണ്ടോ? ഹാർട്ട് അറ്റാക്കായി മരിച്ചവരിൽ ഏതെങ്കിലും കള്ളപ്പണക്കാരുണ്ടോ? കള്ളപ്പണക്കാരുടെ വകയിലുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. തിക്കും തിരക്കിലും പെട്ട് മരിച്ചവർ, ഹൃദയസ്തംഭനം മൂലം മരിച്ചവർ, മകളുടെ കല്യാണത്തിന് പണം എടുക്കാൻ വേണ്ടി പറ്റാതെ മരിച്ചവർ, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഉന്തും തള്ളുമത്തിൻ്റെ ഭാഗമായി ഹൃദയസ്തംഭനം മൂലം മരിച്ച ബാങ്ക് ജീവനക്കാരൻ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവർ, ഇവരിൽ ആരും കള്ളപ്പണക്കാരില്ല. ഇനി ഈ നിലപാടിനെ പിന്തുണച്ചവരെ പരിശോധിക്കുക, അതിൽ ഏതെങ്കിലും സാധാരണക്കാരുണ്ടോ? ഈ നിലപാടിനെ പിന്തുണച്ചവരിൽ അദാനിയുണ്ട്, അംബാനിയുണ്ട്, പിന്നെ പല പ്രധാനപ്പെട്ട കള്ളപ്പണക്കാരും ഉണ്ട്. ഈ നിലപാടിൻ്റെ ഭാഗമായി മരണപ്പെട്ടവർ സാധാരണക്കാർ, ഈ നിലപാടിനെ പിന്തുണച്ചവർ കള്ളപ്പണക്കാർ. അപ്പോൾ ഇത് ആർക്കാ ഗുണമെന്ന് ഏകദേശം വകതിരിവുള്ളവന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഈ രാജ്യത്തെ ഇങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഒരു റിസൾട്ട് ഇല്ല. കള്ളപ്പണം പിടിക്കപ്പെടണം. 1 രൂപയാണ് 1 രൂപ കള്ളപ്പണം പാടില്ല എന്നാണ് CPIM-ന്റെ അഭിപ്രായം. കള്ളപ്പണം തടയാൻ, കള്ളപ്പണം പിടിക്കാൻ ഏത് നിലപാടിനെയും CPIM മുഹമ്മദ് റിയാസ് എന്തായാലും കള്ളപ്പണം പിടിക്കാൻ വേണ്ടി അല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇത്രയും ദിവസമായിട്ടും കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ അങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാനോ BJP-യുടെ വക്താക്കൾക്ക് പോലും വളരെ ആർജവത്തോടു കൂടി സാധിക്കുന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് ശരിക്കും ഈ നടപടി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാനാകുമോ? അതെ, ഈ 86% ഓഫ് ടോട്ടൽ കറൻസി ആണല്ലോ 1500 നോട്ട്. നേരത്തെ ലാലുവയുടെ കണക്ക് അവതരിപ്പിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ പരിശോധിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ 90% ഇപ്പോൾ നോട്ട് തിരിച്ചു വന്നു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം കള്ളനോട്ട് അല്ലെങ്കിൽ കള്ളപ്പണം തടയാൻ വേണ്ടി ഇതുകൊണ്ട് ഒരു തരത്തിലും പറ്റിയിട്ടില്ല. ഇവിടെ പ്രശ്നം ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതല്ലേ പരിശോധിക്കുന്നത്. അതിന് എൻ്റെ പ്രിയപ്പെട്ട BJP-യുടെ സുഹൃത്ത് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് പോരായ്മ. ഇത്തരം ബാലിശമായ വാദത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ 22 ദിവസം RBI-യോട് നമ്മൾ ചോദിച്ചത്, കേരളം ചോദിച്ചത് 500 കോടി. കിട്ടിയത് എത്ര? നേരത്തെ ഇവിടെ പറഞ്ഞു, പകുതി പോലും കിട്ടിയില്ല. ഏറ്റവും അധികം കറൻസി ചെസ്റ്റുള്ള കേരളത്തിലെ ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. 60 കറൻസി ചെസ്റ്റ് ഉണ്ട്. കറൻസി ചെസ്റ്റ് മീൻസ് നമുക്കറിയാം, അച്ചടിക്കുന്ന നോട്ട് പിന്നീട് റിസർവ് ബാങ്കിലെത്തും. റിസർവ് ബാങ്ക് അത് ബാങ്കുകളിൽ കൊടുക്കും. പ്രധാനപ്പെട്ട ലീഡിംഗ് ബാങ്കുകൾ, പ്രധാന ബാങ്കുകളിൽ സ്വയം കറൻസി ചെസ്റ്റുകൾ ഉണ്ടാകും. അങ്ങനെ കേരളത്തിലെ ഏറ്റവും അധികം കറൻസി ചെസ്റ്റുള്ള ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അവിടെ പോയി നോക്കണം എൻ്റെ സുഹൃത്ത്. 60 കറൻസി ചെസ്റ്റുള്ള ഈ കേരളത്തിലെ വൺ ഓഫ് ദി ലീഡിംഗ് ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ പണം കിട്ടുന്നില്ല. ഇനി നിങ്ങൾ എടുക്കും വടക്കൻ ജില്ലകൾ. വടക്കൻ ജില്ല 5 ജില്ലകളിലെ ലീഡിംഗ് ബാങ്കാണ് കാനറ ബാങ്ക്. എന്താ അവിടുത്തെ സ്ഥിതി? 2 ജില്ലകളിലെ ലീഡിംഗ് ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. എന്താ അവിടുത്തെ സ്ഥിതി? അപ്പം പ്രശ്നം എന്താണ്? പ്രശ്നം പണം എത്തുന്നില്ല. പണം എത്താത്തതാ പ്രശ്നം. അതിന് തമിഴ്നാടൊരു ഉദാഹരണം പറയുന്നു. ലാല് പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. തമിഴ്നാട്ടിലെ വേറെ തന്നെ വിഷയമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടുന്ന കേട്ട് അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇവിടെ വിഷയം ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്, ബദൽ അറേഞ്ച്മെൻറ്റ് വരുത്താൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോൾ പുതിയൊരു വാദം കൊണ്ടുവരുന്നു. അതാണ് ഡിസ്കഷന് വിധേയമാകേണ്ടത്. ക്യാഷ്ലെസ് എക്കോണമി. പ്രധാനമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരത് പറയുന്നത് കേട്ട എന്തോ സംഭവം തോന്നുന്നു. ആരും ക്യാഷ്ലെസ് എക്കോണമിക്ക് എതിരല്ല. എന്നാൽ ക്യാഷ്ലെസ് എക്കോണമി ഒരു സ്വിച്ച് ഇട്ടാൽ ബൾബ് എത്തുന്ന പോലെ എളുപ്പമല്ല. സ്വീഡനിൽ മാത്രമാണെന്നുള്ളത്. ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത കോടികൾ അധിവസിക്കുന്ന രാജ്യത്ത് എളുപ്പമല്ല. ATM കാർഡുകൾ 2.6 കോടി 60 ലക്ഷം മാത്രമുള്ള ജനങ്ങളിൽ എങ്ങനെ ക്യാഷ്ലെസ് എക്കോണമി വരും? എന്താണ് ഇന്റർനെറ്റ് ബാങ്കിങ് എന്നറിയാത്തവരാണ് മഹാഭൂരിപക്ഷം. അപ്പോൾ ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിലയൻസ് ഇന്ന് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്യാഷ്ലെസ് എക്കോണമി എന്നുള്ള പ്രഖ്യാപനവും അത് ചൂഷണം ചെയ്യാനുള്ള റിലയൻസിൻ്റെ പുതിയ പദ്ധതിയും കൂടി കൂട്ടി വായിക്കണം. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആരും ATM കാർഡിനെതിരല്ല. ഇവിടെ ആരും ക്യാഷ്ലെസ് എക്കോണമിക്ക് എതിരല്ല. ഈ ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും റിലയൻസും ഒക്കെ ഒരു അമ്മ പെറ്റ മക്കളാണ് എന്ന് പറയുന്നത് പോലെയുണ്ട്. അല്ല, ഒരമ്മ പെറ്റ മക്കളാണോ എന്ന് അറിയില്ല. എന്തായാലും എളാപ്പ മൂത്താപ്പയുടെ മക്കളെ പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സംശയമില്ല. ഒന്ന് ഊർജിത് പട്ടേൽ മാത്രമല്ല, ഊർജിത് പട്ടേലിൻ്റെത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്ത് അവിടെ പറഞ്ഞു, ആരെ നിശ്ചയിക്കാനും ക്രൈറ്റീരിയ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരെ നിശ്ചയിക്കുവാനും സെൻട്രൽ ഗവൺമെൻറ് അധികാരമുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഗവർണറെ ഊർജിത് പട്ടേലിനെയോ ഇനി ആരെ വേണം നിശ്ചയിക്കുക? പണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ആയിരുന്നു. അദ്ദേഹം ആ മേഖലയിൽ കഴിവുള്ള ആളാണ്. പക്ഷെ മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ? ഒരു പൗരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടോ? മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ നിശ്ചയിക്കാൻ?
നേരത്തെ ചില കേസുകൾ ഉൾപ്പെടെ പ്രതിയായ വ്യക്തി ശരി, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ ശ്രീ KVS ഹരിദാസിനെ പോലെയുള്ളവർ പറയുന്ന മറുപടി കേൾക്കുമ്പോൾ BJPയുടെ തന്നെ കേന്ദ്രത്തിലെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത് 6 മാസമെങ്കിലും വേണ്ടിവരും ഈ പണം മുഴുവൻ അടിച്ചെടുക്കാൻ എന്നാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട്. ഈ മാധ്യമങ്ങളിൽ കാണുന്ന തരത്തിൽ കാര്യങ്ങൾ ഇനിയും വൈകും എന്നുള്ളതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതികരണങ്ങളൊക്കെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അരുൺ ജെയ്റ്റ്ലി. ലാലെ, ഒരു കാര്യം കൂടി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. പറയൂ ലാലെ. ജനസംഖ്യ കൂടിയതാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ മുമ്പിലുള്ള ക്യൂ നീളാൻ കാരണം അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ജനസംഖ്യ കുറക്കുമെന്ന് എനിക്കറിയില്ല. ശരി, ശ്രീ റെജി ലൂക്കോസ്, അപ്പൊ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ പ്രശ്നം വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല. കേന്ദ്ര സർക്കാർ പോലും പ്രതീക്ഷിച്ചെടുത്തല്ല കാര്യങ്ങൾ, നരേന്ദ്രമോദി വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കുന്നില്ല. എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന് അറിയാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാണോ താങ്കൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് നമ്മൾ ലോകം ആദരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്, അതായത് നോബൽ പ്രൈസ് കിട്ടി. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, അമർത്യ സെൻ എന്ന് പറയും. അമർത്യ സെൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ വെച്ചൊരു പ്രസ്താവന നടത്തി. ഇന്ത്യ നേടിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ഒറ്റ തീരുമാനത്തിനോട് നശിപ്പിച്ചു കളഞ്ഞെന്നുള്ളവരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കറണ്ട് സിറ്റുവേഷനാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഇരുളടഞ്ഞതാണ്. ഇന്ത്യൻ ജനതയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ബുദ്ധിശൂന്യമായ ഒരു നടപടിയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും 2-3 പേരടങ്ങുന്ന ഒരു കോക്കേഴ്സ് കൂടി തകർത്ത് കളഞ്ഞു. ഇത് രാഷ്ട്രീയത്തിന് വരെ പറയുന്നതല്ല. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, വിദേശ നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര, അതായത് വിദേശത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് അബ്സല്യൂട്ട്ലി ക്ലോസ് ആയി കഴിഞ്ഞു. ഇന്ത്യയുടെ ഏതാണ്ട് 12% വരുമാനം എന്ന് പറയുന്നതും കേരളത്തിന്റെ ഏതാണ്ട് ഒരു 35% ഇൻകം എന്ന് പറയുന്നതും വിനോദസഞ്ചാര മേഖലയിലൂടെയാണ്. അത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് 9 ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികൾ വരുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. അവർ മുഴുവനും കേരളത്തിലേക്കുള്ള യാത്രകൾ ഏതാണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. വേറൊരു ഭയാനകമായ കാര്യം ഞാൻ ഷെയർ ചെയ്യട്ടെ. 2-3 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം കേരളത്തിലേക്ക് വരുന്ന യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ പോലെയുള്ള നമ്മളുടെ മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതും തൻ്റെ നാട് സന്ദർശിക്കുന്നതും ഡിസംബർ മാസത്തിലും മെയ് മാസത്തിലുമാണ്. ഇത്തവണ എനിക്ക് നേരിട്ട് വളരെ ഉത്തരവാദിത്തോടെ പറയാൻ പറ്റും, ഏതാണ്ട് 90% മലയാളികളുടെ തങ്ങളുടെ യാത്ര ക്യാൻസൽ ചെയ്തു. കേരളത്തിനെ മാത്രം ബാധിക്കുന്ന, മലയാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് മറ്റുള്ള പ്രദേശങ്ങളൊന്നും ഈ പ്രശ്നമില്ലേ എന്ന് തമിഴ്നാട്ടിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞതിന് മറുപടിയുണ്ട്. മറ്റുള്ള പല പ്രദേശങ്ങളിലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നില്ലല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്? അല്ല, അത് നമ്മൾ കേരളത്തിന്റെ ഈ 4 ചുറ്റോട്ട് വരുന്നതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മളെല്ലാം ആ രീതിയിൽ കാണുന്നതുകൊണ്ടാണ്. ഇന്ത്യ മുഴുവൻ, ഞാൻ അതിലേക്ക് വരുന്നത്, ഈ രാജ്യം എന്ന് അതാണ് അമർത്യ സെൻ പറഞ്ഞിരിക്കുന്നത്, ഈ രാജ്യം വലിയൊരു സാമ്പത്തിക ക്രൈസിസിലേക്ക് കിടക്കുകയാണ്. ഞാനിന്ന് ഈ ചർച്ച വരുന്നതിന് മുമ്പായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഉന്നത പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഭീതിജനകമാണ്. അദ്ദേഹം പറഞ്ഞത്, വ്യക്തിപരമായിട്ട് ഈ നോട്ട് നിരോധനത്തിന് ഞാൻ അനുകൂലിക്കുന്നു, പക്ഷേ നാളുകളിലേക്കുള്ള നമ്മുടെ യാത്രകൾ ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. കറൻസി എന്ന് പറയുന്ന ഒരു സാധനം അടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് അടി തുടങ്ങിയാൽ ഒരു കറൻസി മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ 22 ദിവസം എടുക്കും. 14 ലക്ഷം കറൻസി ഈ രാജ്യത്ത് ട്രാൻസാക്ഷന് വേണ്ടി വരുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ 1 രൂപയുടെ കറൻസി പോലും മുൻകൂറായിട്ട് പ്രിന്റ് ചെയ്യാതുകൊണ്ടാണ് 500-ന്റെയും 1000-ന്റെയും കറൻസികൾ ഈ രാജ്യത്ത് നിന്ന് പിൻവലിച്ചത്. അത് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ദയനീയമായിട്ട് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്ന 6 മാസമാണ്. ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വേറൊരു ഭീകരമായ യാഥാർത്ഥ്യമുണ്ട്. ഞാൻ അതിലേക്ക് പ്രേക്ഷകരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ സാധനങ്ങളുടെ വില കുറഞ്ഞിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാ? നേരത്തെയുള്ള സാധനങ്ങളെല്ലാം ഷോപ്പുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ അതിന്റെ എല്ലാം വില കുറഞ്ഞു. നാളുകളിൽ കേവലം 7 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറയും. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ കുറയും. കാരണം ആവശ്യക്കാരും കുറയുന്നു. അന്ന് 15 മുതൽ 20 ഇരട്ടി വരെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരും എന്നൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിനെ മുമ്പിൽ കാണണം. അതിലേക്കാണ് ഈ രാജ്യത്തിനെ വലിച്ചഴിച്ചിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്. ഇതാണ് നമ്മൾ പറയുന്നത്. പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ഇനിയിപ്പോ ഈ രീതിയിൽ ബാങ്കുകളിൽ അധികം പണം വന്നതുകൊണ്ട് ഈ ലോണുകളുടെ പലിശയൊക്കെ കുറയുമെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ആളുകൾക്ക് തിരിച്ചൊരു പ്രശ്നവും കൂടി നേരിടേണ്ടി വരുന്നുണ്ട്. ഇവർ ബാങ്കിൽ ഇടുന്ന നിക്ഷേപത്തിനുള്ള പലിശയും കുറയും. അതിന്റെ ആദായം പറ്റി ജീവിക്കാമെന്ന് കരുതുന്നവർക്ക് അതും സാധിക്കാതെ വരുന്നുണ്ട്.
അല്ല ഡോക്ടർ ലാല്, ആകാശത്തൂടെ റോക്കറ്റ് പോകുമ്പോൾ താഴെ ഇരുന്ന് കൊതിക്കുന്ന പോലെ കൈവിടാൻ പറ്റത്തില്ല. നമ്മുടെ പണം എവിടെയോ കിടപ്പുണ്ട്, നിങ്ങളുടെ പണം അവിടെയുണ്ട്, നീ ശ്വസിച്ചോളാം എന്ന് പറയുന്ന പോലെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്നത്. ലോകത്തിലൊരു മഹാരാജാവോ, ലോകത്തിലൊരു ചക്രവർത്തിയോ, ലോകത്തിലൊരു പട്ടാള മേധാവിയോ, ഏതെങ്കിലും ഒരു ഏകാധിപതിയോ ഒരു ജനാധിപത്യ രാജ്യമോ ഇന്നുവരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഇതിനു മുമ്പ് ഈ പറയുന്ന മുൻകൂർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ കണ്ട് കേവലം 2-3 സീരിയസ് നോട്ടുകൾ മാത്രം പിൻവലിച്ചതിന്റെ പേരിൽ ഈ ഭൂലോകത്ത് 11 രാജ്യങ്ങൾ, ഖാന ഉൾപ്പെടെയുള്ള 11 രാജ്യങ്ങൾ നിത്യമായിട്ടുള്ള ദാരിദ്ര്യത്തിലേക്ക് പോയി. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ, ഈ സാധാരണക്കാരായ ഒരു കലാപത്തിന് മുതിരാത്ത സമാധാന പ്രിയരായിട്ടുള്ള, ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ ഭാരതം എന്ന് പറയുന്ന ഇന്ത്യയെ, ഈയിലെ ജനങ്ങളെ, ഈ രാജ്യത്തെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ 4 അയലത്ത് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത 3-4 വ്യക്തികളുടെ ഗൂഢാലോചനകളിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ, ഈ നാട്ടിലെ ജനങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഈ ഭാരതത്തെ ഇവർ നശിപ്പിച്ചിരിക്കുന്നു. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കാര്യം ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ഹരിദാസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ട്രഷറികൾ, കേരളത്തിലെ പ്രശ്നം അതാണല്ലോ. പെൻഷൻകാരും ശമ്പളക്കാരും ഒക്കെ 1ഉം 2ഉം തീയതിയായിട്ടും നാളെ 3ആം തീയതി ആകുന്നു. ഈ രീതിയിൽ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം കൃത്യമായി എത്തിക്കുന്നില്ല. ബാങ്കുകളിൽ കുറെ പണം കൊടുക്കുന്നുണ്ട്, അത് ട്രഷറികളിലേക്ക് എത്തുന്നില്ല. ബാങ്കുകളോടും ട്രഷറിയോടും പ്രത്യേക രീതിയിലുള്ള ഒരു നയമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കാണിക്കുന്നത് എന്ന ആരോപണവും വന്നിട്ടുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം പ്രതിസന്ധി കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കും? അല്ല, നമ്മുടെ വൃദ്ധജനങ്ങൾ, അതായത് 55-60 വയസ്സിന് ശേഷം വിരമിച്ചിരിക്കുന്ന നമ്മുടെ മുതിർന്ന തലമുറയിൽ ഒരു സർവേയിൽ 4 വർഷം പറഞ്ഞിരിക്കുന്ന അവരിൽ 73% രോഗികളാണെന്നുള്ള. ഇന്ന് പല വൃദ്ധജനങ്ങളും ട്രഷറി മുമ്പിൽ നിന്ന് വിരമിക്കുന്നത് നമ്മളെല്ലാം കണ്ടു. അവർക്ക് മരുന്ന് മേടിക്കാൻ പണമില്ല. എവിടെ അവരുടെ പണം? അവർ അധ്വാനിച്ച് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ട് നമ്മുടെ മുതിർന്നവന്മാർക്ക് കിട്ടേണ്ട പെൻഷൻ തുക എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ബാങ്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? KV സരിദാസ് സാർ അതിന് മറുപടി വരണം. അതുപോലെ തന്നെ 24,000 രൂപ മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരി, എന്തായാലും ഏറ്റവും അടുത്ത് തന്നെ ബാധിക്കാൻ പോകുന്നത് മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്ത രോഗികളുടെ കാര്യം, അതൊക്കെയാണ് ഏറ്റവും മറ്റൊരു വലിയ പ്രശ്നം. ഈ പറ്റ് കടക്കാർ, ചെറിയ പലവ്യഞ്ജന കടക്കാർ, വീട്ടുവാടക കൊടുക്കേണ്ടി വരുന്നവർ, ഈ ചെറിയ 1ആം തീയതി തീർക്കേണ്ട, 1 മാസം കഴിഞ്ഞ് 1ആം തീയതി തീർക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സർക്കാർ ജീവനക്കാരുടെയും മറ്റു ശമ്പളക്കാരുടെയും ഒക്കെ ഈ പണം വരുമ്പോൾ കൊടുക്കാനായിട്ടാണ് ഇരിക്കുന്നത്, പെൻഷൻകാരുടേത് ഉൾപ്പെടെ. അതെല്ലാം മുടങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഹരിദാസ്, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ KVS ഹരിദാസ്, ഈ സഹകരണ മേഖലയെക്കുറിച്ച് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. അവിടെ പെട്ടെന്ന് കാര്യങ്ങൾ പരിഹരിച്ച് കോടതിയെ വിവരം അറിയിക്കണമെന്നാണ് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കാർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ അടിസ്ഥാന സൗകര്യമൊന്നും ഇല്ലാത്തതാണ് ഈ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഇതാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് സഹകരണ മേഖലയിൽ ഈ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ളത്. അവിടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോലെയുള്ള സൗകര്യങ്ങൾ ഇല്ല. ഇതാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ BJP നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം ചാനലുകളിൽ വന്നിരുന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ കോടതിയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ സഹകരണ ബാങ്കുകളിലൊക്കെ കള്ളപ്പണമാണ്, അതുകൊണ്ടാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? ലാലേ, സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും നമ്മൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ നിലപാട് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP ഒരിക്കലും സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല. പക്ഷെ അവർ ചില നോംസ് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ KYCയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ അടുത്ത് കേരള ഗവൺമെൻറ്റും അവസാനം തീരുമാനം എടുത്തല്ലോ, ഇത്തരം കാര്യങ്ങളിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞല്ലോ. ഞാൻ ലാലിൻ്റെ സത്യത്തിൽ ഒരു കാര്യം പറയാം. പണ്ട് സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് ഈ സഹകരണ ബാങ്കുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഒന്ന് ആലോചിച്ചു, പഴയ സർക്കുലറാണ്, 2003 എൻ്റെ ഓർമ്മ. അദ്ദേഹം കൊടുത്തിരുന്ന വളരെ ശക്തമായ നിർദ്ദേശമാണ്. സുധാകരൻ പറഞ്ഞതും പിന്നീടുള്ള സഹകരണ വകുപ്പ് മന്ത്രിമാർ പറഞ്ഞതും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് സമയം കളയാനില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ആ ചോദ്യം ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ കാര്യങ്ങൾ അല്ല കഴിഞ്ഞ ചർച്ചകളിലൊന്നും BJP നേതാക്കൾ സഹകരണ മേഖലയെക്കുറിച്ച് പറഞ്ഞത്. ആളുകളുടെ പേരുകൾ വേണമെങ്കിൽ ഞാൻ പറയാം. BJP നേതാക്കൾ ഇവിടെ തന്നെ വന്നിരുന്ന് പറഞ്ഞത് കള്ളപ്പണമുണ്ട്, കള്ളപ്പണമുണ്ട്, കള്ളപ്പണമുണ്ട്. ഏത് ബാങ്കിലാണെന്ന് ചോദിച്ചപ്പോൾ മാത്രം അത് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, BJP നേതാക്കളുണ്ട്.
തുടക്കം എവിടെ നിന്നാണെന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഏത് നേതാവാണ് അത് പറഞ്ഞു തുടങ്ങിയതെന്നൊക്കെ ഉള്ളത്. അതിനുശേഷമാണ് BJP അത് ഏറ്റെടുത്ത് തുടങ്ങിയത്. അതിനുശേഷമാണ് ആദ്യം കൊടുത്ത അനുവാദം പോലും സഹകരണ ബാങ്കുകൾക്ക് പിന്നീട് റിസർവ് ബാങ്ക് പിൻവലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഈ കാഴ്ചയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പറയാതെ അടിസ്ഥാന സൗകര്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞത്? അല്ല, ഈ ബാങ്കുകളിലൊക്കെ കള്ളപ്പണമുണ്ട് ലാലെ, നമുക്കൊക്കെ അറിയാം. ഏതെങ്കിലും പ്രത്യേക കേസ് പറയേണ്ട കാര്യം സത്യസന്ധമായി BJP നേതാക്കൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനില്ല ലാലെ, ഞാൻ അതിൻ്റെ വക്കാലത്തെടുത്ത് പോകാനായിട്ട് ഞാൻ തയ്യാറല്ല. പക്ഷെ ബാങ്കുകളിൽ നമുക്കൊക്കെ അറിയാം അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി വരുന്നുണ്ട്. അതെല്ലാവരും സമ്മതിച്ചു, തോമസ് ഐസക്ക് സമ്മതിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ ബാങ്കുകളിലെല്ലാം കള്ളപ്പണമുണ്ട്, പണമിടപാടുള്ള എല്ലായിടത്തുമുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി ഡോക്ടർ തോമസ് ഐസക്കുമായി കൈകോർത്തുകൊണ്ട് എല്ലാ ബാങ്കുകളിലും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ തന്നെ സഹകരണ ബാങ്കുകളിലും നടപ്പിലാക്കിയാൽ മതിയായിരുന്നല്ലോ. ഇവിടെ മാത്രം എന്തുകൊണ്ട് ഒരു ചിറ്റമ്മ നയമുണ്ടായി? അത് മതിയായിരുന്നു ലാലെ. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റും റിസർവ് ബാങ്കും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകളും നടപടികളും ആ നടപടികളുമായിട്ട് എല്ലാ സംസ്ഥാന സർക്കാരുകളും സഹകരിക്കേണ്ടതാണ്. ആ സഹകരിച്ച് തന്നെ പോകണമെന്ന് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ നിലപാട്. കേന്ദ്ര സർക്കാരിനും മറിച്ചൊരു നിലപാടുണ്ടാവാൻ അതിനകത്ത് അവകാശമോ അല്ലെങ്കിൽ നിലപാടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. വേറൊരു കാര്യം ലാൽ ഓർക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയാം. പല സഹകരണ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളെക്കാൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്നതാണ്. പല സംവിധാനങ്ങളും ഉണ്ട് അവർക്കൊക്കെ തന്നെ, അതിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പലപ്പോഴും കേരളത്തിന് പുറത്തുള്ള സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അനവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലും ഗുജറാത്തിൽ പോലും. ആയിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നിയമപ്രകാരം നടപ്പിലാക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ഞാനിപ്പോ അതിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഈ സംസ്ഥാനത്തെ ട്രഷറികളിൽ പണമില്ലാത്തതാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചോളൂ എന്ന് പറയുന്നതിന് കാരണം ഈ കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണല്ലോ. അതിർത്തിയിലെ ജവാന്മാരെ ഓർത്ത് അങ്ങനെ തന്നെ നിന്നോളൂ എന്നാണല്ലോ ഉപദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം കള്ളപ്പണം പിടിച്ചു തീർക്കേണ്ടതാണ്. കള്ളപ്പണം എത്ര വരെ പിടിക്കും, എന്നത്തേക്ക് പിടിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള വലിയ നഷ്ടങ്ങളാണ് ഇപ്പൊ തന്നെ ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയ പണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് 1 രൂപയെങ്കിലും കൂടുതൽ പിടിക്കണമല്ലോ. അതുണ്ടാകുമെന്ന് അങ്ങ് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ലാലെ, ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. ഈ രാജ്യം മുഴുവൻ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ ഒരു കണക്ക് മാത്രം, ഒരു കാര്യം മാത്രം ലാലിനോട് സൂചിപ്പിക്കാം. ഈ ബഹളം മുഴുവൻ നടന്നതിന് ശേഷമല്ലേ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്? എന്തെല്ലാം ചില യാത്രകളിൽ പോയത് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്തതാണ് ശ്രീ KVS ഹരിദാസ്. ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലം ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോഴെല്ലാം ജയിച്ചത് ആ സർക്കാരിന്റെ പാർട്ടി തന്നെയാണ്, അവരെ നയിക്കുന്ന മുന്നണി തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ആ സർക്കാരിനുള്ള പ്രീതിയാണ് കാണിച്ചത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നതെങ്കിലും അത് ശരിയാണെന്നാണോ പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടത്, മനസ്സിലാക്കിയത്? അതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ ശ്രീ KVS ഹരിദാസ്? അല്ല ലാലെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. JNUവിൽ 5000 പേര് വോട്ട് ചെയ്ത് നടന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ABVP അടുത്ത കാലത്തൊന്നും ജയിച്ചിട്ടില്ല എന്ന് ലാലിനും അറിയാം. അവിടെ ABVP ഇത്തവണ ജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളുടെ വികാരമാണ്, ജനവിധിയാണ്. അത് കണ്ടില്ലെന്നൊന്നും നടിച്ചിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് അതെന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് ശ്രീ KVS ഹരിദാസ്? അങ്ങ് ഈ കാര്യങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരാളാണല്ലോ. ഇതിനകത്തേക്ക് ആ രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ലല്ലോ. ഇവിടെ കള്ളപ്പണത്തിന്റെ കണക്ക് ശരിയാകണം, അത് ശരിയാകുന്നില്ല. ഇവിടെ ആളുകൾക്ക് റിസർവ് ബാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം കൃത്യമായി കൊടുക്കണം എല്ലാ ദിവസവും, അത് കൊടുക്കുന്നില്ല. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറയൂ. ഈ റിസർവ് ബാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം എന്തുകൊണ്ടാണ് ഇന്നലെയും ഇന്നും കൃത്യമായി ട്രഷറികൾക്ക് കൊടുക്കാത്തത്? നാളെ കൊടുക്കുമോ? എന്താണ് അങ്ങേക്ക് അറിയാവുന്ന അറിവ്? അത് ഡോക്ടറെ, അവരുടെ പണമില്ല, അതുകൊണ്ടാ. അല്ലല്ല, റിസർവ് ബാങ്ക് ലാലെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. റിസർവ് ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയിലെത്തണം. തോമസ് ഐസക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞു, അത് റിസർവ് ബാങ്ക് തരാമെന്ന് ഏറ്റിരുന്നോ? ഈ 2 പ്രശ്നങ്ങൾ അവിടെയുണ്ട്.
എൻ്റെ വിശ്വാസം റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ട് ഒരു ധാരണയിലെത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഞാൻ രാജ്മോഹൻ പറഞ്ഞത് ഉണ്ണിത്താൻ, റിസർവ് ബാങ്ക് ഇതാണ് ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് ഇത്രയും അവസ്ഥ. വേണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം മുഴുവൻ നടത്തുന്നത്, ആരോടാണ് യുദ്ധം നടത്തുന്നത്, ഇപ്പോൾ ആരൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ പറഞ്ഞിടത്ത് തന്നെയാണോ കാര്യങ്ങൾ? ഒന്ന്, ഇവിടെ ഏറ്റവും ഒടുവിൽ ശ്രീ KVS ഹരിദാസ് കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സംസ്ഥാന ധനകാര്യമന്ത്രി വേണ്ട രീതിയിൽ ഇരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പ്രശ്നം തുടരും എന്നാണ് പറഞ്ഞു വെക്കുന്നതും. എങ്ങനെ കാണണം ഇതിനെ? അല്ല, കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ പ്രതിസന്ധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. കേരളത്തിലെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ ബാക്കി ഇന്ത്യയിലെ സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആ വീഴ്ച അതേപടി വരണമെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ലല്ലോ. ഇവിടെ ഇപ്പോൾ വളരെ പച്ചയ്ക്ക് ഞാൻ പറയാം, ഇവിടെ 7.85 ലക്ഷം കോടി രൂപയുടെ 500 രൂപ നോട്ടുകളാണ് പിൻവലിക്കപ്പെട്ടത്. അതുപോലെ തന്നെ 6.33 ലക്ഷം കോടി രൂപയുടെയാണ് 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. അത് നോട്ടിൻ്റെ എണ്ണം പറഞ്ഞാൽ 2203 കോടി നോട്ടുകളാണ് പിൻവലിക്കപ്പെട്ടത്. ശ്രീ ഹരിദാസ് വളരെ സീനിയറായ ഒരാളാണ്, അദ്ദേഹത്തോട് ചോദിക്കും ഇത്രയും നോട്ട് പ്രിൻ്റ് ചെയ്യാൻ 3 ഷിഫ്റ്റ് 24 hours പ്രിൻ്റ് ചെയ്താൽ എത്ര മാസം എടുക്കും? ഇത് പ്രിൻ്റ് ചെയ്ത് ഇവിടെ വരാൻ എത്ര മാസം എടുക്കും? അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് വരാൻ ഇന്ന് ധനകാര്യമന്ത്രി ഇന്നാണ് സത്യം പറഞ്ഞത്, ഇത് കുറേ മാസങ്ങളെടുക്കും. മാസങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന കണക്ക് 6 മാസത്തിനൊന്നും ഇത് പ്രിൻ്റ് ചെയ്ത് വരാൻ പോകുന്നില്ല, മനസ്സിലായില്ലയോ? അതുകൊണ്ട് ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്ന സമയം അത് ഒരുപാടെടുക്കും. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ മാധ്യമപ്രവർത്തനം പറഞ്ഞ കണക്ക് നമ്മുടെ രാജ്യത്തെ ക്രൈസിസ് ഓരോ ദിവസവും പോവും. ഇപ്പം നമ്മുടെ ഈ കാശുണ്ട്, കാശെടുക്കാൻ പറ്റുന്നില്ല, ഇച്ചിരി കഴിയുമ്പോൾ കാശില്ല, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം സ്തംഭിക്കും, ഒരു സ്റ്റാഗ്നേഷനിലേക്ക് രാജ്യം പോവുകയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ആദ്യം പറഞ്ഞു ഇത് കള്ളനോട്ട് ഇല്ലാതാക്കാനാണ്, പിന്നെ പറഞ്ഞു ഇത് കള്ളപ്പണം ഇല്ലാതാക്കാനാണ്, പിന്നെ രാജ്യസ്നേഹത്തിൻ്റെ പറഞ്ഞു, തീവ്രവാദം പറഞ്ഞു. ഇപ്പം പറയുന്നത് എന്താ? നമ്മുടെ രാജ്യത്ത് ക്രിമിനലുകൾ ഇല്ലാതാകണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് സ്ത്രീധനം ഇല്ലാതാകണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തലവരിപ്പണം ഇല്ലാതാകണമെങ്കിൽ പ്ലാസ്റ്റിക് കറൻസി വരണം. പ്ലാസ്റ്റിക്, അതായത് നോട്ട് രഹിത ഒരു രാജ്യം വരണമെന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ കള്ളപ്പണം പോയി, രാജ്യസ്നേഹം പോയി, കള്ളനോട്ട് പോയി. ഇപ്പോൾ ക്രിമിനലുകളുടെ എണ്ണം നാട്ടിൽ കുറയ്ക്കണമെങ്കിൽ, സ്ത്രീധനമില്ലാത്തൊരു രാജ്യമായി ഇന്ത്യ മാറണമെങ്കിൽ ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തലവരിപ്പണം പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിന് കറൻസി ഇല്ലാത്ത, ഇവിടെ റിയാസ് പറഞ്ഞതിനൊരു വ്യത്യാസം കൂടിയുണ്ട്. ഈ പിന്നെ കറൻസി ഇല്ലാത്ത രാജ്യങ്ങളിൽ അമേരിക്കയുണ്ട്, അതിനകത്ത് സ്വീഡൻ മാത്രമല്ല, പിന്നെ നെതർലൻഡ് ഉണ്ട്, കാനഡയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം, അവിടുത്തേക്ക് ടെക്നോളജിയുടെ വികാസം ചർച്ച ചെയ്യണം, അവിടുത്തെ ജനസംഖ്യയെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 53% ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഇവിടെ 30% ആളുകൾക്ക് ID ഇല്ല. ആ രാജ്യത്താണോ നിങ്ങളീ പറയുന്ന ഡെബിറ്റ് കാർഡ്, നിങ്ങളീ പറയുന്ന ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ നിങ്ങളീ പറയുന്ന പേയ്മെൻറ്റ് ആപ്പ്, അല്ലെങ്കിൽ നിങ്ങളീ പറയുന്ന കറൻസി രഹിത സമൂഹത്തെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ 53% ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഇന്ത്യയിലാണോ? ഇത് വന്നതോടുകൂടി ഓൺലൈനുകാർ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ താണ്ടെ സെപ്റ്റംബർ 5 ജിയോ സിം ആരംഭിച്ചു, ഡിസംബർ 30 അവസാനിപ്പിക്കുന്നു. അംബാനി അതിപ്പോൾ 3 മാസം കൂടി നീട്ടി, മാർച്ച് വരെയാക്കി. കാരണം ഇതിനാവശ്യമായ പിന്നെ മൊബൈലിലൂടെയുള്ള ആപ്ലിക്കേഷൻ അവർക്കാണുള്ളത്. അപ്പോൾ അവർ എത്രയോ കോടി സിമ്മാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈൻ, ഇപ്പം ഇത് സ്വപ്നം വേണം. ആ സ്വപ്നം ഇപ്പം കാണുന്നത്, ഈ കറൻസി രഹിത സമൂഹത്തെക്കുറിച്ച് കാണുന്നത് ഓൺലൈനുകാരാണ്, അംബാനിയാണ്. അതുകൊണ്ടാണ് ഇന്ന് അംബാനിയുടെ പ്രസ്താവന, ഈ പ്രധാനമന്ത്രിയുടെ നടപടിയെ ശ്ലാഘിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇത് നമ്മുടെ രാജ്യത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നരേന്ദ്രമോദി വന്ന പോലെ തിരിച്ചു പോകും, യാതൊരു തർക്കവും വേണ്ട. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം, അങ്ങ് പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. മധ്യപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിക്കേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കിട്ടിയതിനേക്കാൾ 2 ലക്ഷം വോട്ടാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷന് നിങ്ങൾക്ക് കുറഞ്ഞത്. 2 ലക്ഷം. വേറെ അടുത്ത 1,86,000 പേര്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിട്. ഈ തീരുമാനം നരേന്ദ്രമോദി എടുത്തതിന് ശേഷം നടന്ന ബൈ ഇലക്ഷനുകളിൽ
2 ലക്ഷം ആളുകൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തെങ്കിൽ അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുകയും ചെയ്തു. ശരി. എന്നിട്ടും കുറഞ്ഞെങ്കിൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം. ഇപ്പോൾ പ്രധാനമന്ത്രി 130 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ അദ്ദേഹം ഒരു പേയ്മെൻറ്റ് ആപ്പ് നടത്തിയിട്ട് 4.5 ലക്ഷം ആളുകൾ പ്രധാനമന്ത്രി അനുകൂലിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് നടന്ന കൃത്രിമം അല്ലെങ്കിൽ അതിനകത്ത് നടന്ന നാടകങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല. ശരി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ പഴയ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ രഘുറാം രാജൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നരേന്ദ്രമോദി എപ്പോഴും പറയാറുണ്ട് ഞാൻ ചായ വിറ്റ് നടന്നവനാണ്. എനിക്കറിയില്ല ആരാ പറയുന്നത് രഘുറാം രാജൻ അദ്ദേഹം ചായ വിറ്റ് നടന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ ഈ രാജ്യത്തെ അദ്ദേഹം വിൽക്കും, യാതൊരു തർക്കവുമില്ല. പറഞ്ഞതാരാ? രഘുറാം രാജൻ, റിസർവ് ബാങ്കിന്റെ പഴയ ഗവർണർ. എന്തായാലും തമാശയ്ക്ക് ആണെങ്കിലും വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഈ ചായ വിറ്റ് നടന്നു എന്നുള്ള പ്രചാരണം നടക്കുമ്പോൾ തന്നെ ഇതുവരെയും ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചതായി ഒരു തെളിവും ആർക്കും കാണിക്കാനും പറ്റിയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ആദായ നികുതി ഭേദഗതി ബില്ലും ഒക്കെ അവതരിപ്പിച്ച് പാർലമെന്റിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് കള്ളപ്പണത്തിന് തടയാൻ വേണ്ടിയാണോ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഈ കാര്യം ചർച്ചയ്ക്കെടുക്കാത്തത്, വോട്ടിനിടാൻ ധൈര്യം ഇല്ലാത്തത്? ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പാർലമെന്റിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷവും ചോദിക്കുന്നത്. അവിടെ വോട്ടിനിടാൻ എന്താണ് സർക്കാരിന് ധൈര്യമില്ലാത്തത് എന്ന്. ഈ കഴിഞ്ഞ ദിവസം ഈ ബംഗാളിൽ സൈന്യം ഇറങ്ങിയതും ചർച്ചയായിട്ടുണ്ടല്ലോ. അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയിൽ സർക്കാരിനെ എതിർക്കുന്നവരെയൊക്കെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ BJP ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മാറ്റിയെടുക്കാം എന്നൊരു തന്ത്രമാണോ കാര്യങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കാതെ ചട്ടപ്രകാരം പോകാതെ ഭരണഘടനാപരമായി നീങ്ങാതെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുടരുന്ന പാതയും BJPയെ നിയന്ത്രിക്കുന്ന RSS എന്ന സംഘടനയുടെ പ്രവർത്തന രീതിയും അറിയുന്നവർ ഇത്തരം ലാലിവിടെ ചൂണ്ടിക്കാട്ടിയ പ്രവണത വന്നാൽ അത്ഭുതപ്പെടില്ല. അത് എന്ന് വരുമെന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ എത്രയോ ദിവസം മാറി നിന്നു, മറുപടി പറയാനൊന്നും നിന്നില്ല. ഇത്തരം വിഷയങ്ങൾ ഗൗരവമേറിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല. അപ്പോൾ അതിനിവർ പറഞ്ഞത് ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കി പാർലമെൻറ്റ് പോയാൽ അതിൻ്റെ രഹസ്യസ്വഭാവം പോകുന്ന. രഹസ്യസ്വഭാവമൊന്നും പോയിട്ടുണ്ട്. ഇത് അങ്ങാടിപ്പാട്ടാണ്, എല്ലാവരും അറിയാം. കോർപ്പറേറ്റുകളും ചില BJP നേതാക്കന്മാരും അറിയുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ ആവർത്തിക്കുന്നില്ല. യൂറോപ്യൻ യൂണിയനിൽ ഇതുപോലുള്ള തീരുമാനം 2002 കൈക്കൊണ്ടു. അന്ന് 3 മാസം സമയം കൊടുത്തു, അവിടുത്തെ പാർലമെൻറ്റ് ചർച്ച ചെയ്തു. ഫിലിപ്പൈൻസിൽ ഇതുപോലുള്ള തീരുമാനം കൈക്കൊണ്ടു, അവിടുത്തെ ജനാധിപത്യ വേദി ചർച്ച ചെയ്തു. സിംബാബ്വെ ഇത്തരം തീരുമാനം അവിടുത്തെ ജനാധിപത്യ വേദി ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം 2ാം തവണയാണ് ഇങ്ങനൊരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്നത്. ആദ്യ തവണ കൈക്കൊണ്ട 1978 എടുത്ത നിലപാട് നമുക്കറിയാം. പക്ഷെ അന്നൊക്കെ ചെറു ശതമാനം കറൻസി മാത്രമായിരുന്നു അന്ന് ചെയ്തത്. 10,000, 1000, 5000 ഉൾപ്പെടെയുള്ള നോട്ടുകൾ. ഇവിടെ വിഷയം ജനാധിപത്യത്തോട് ഇവരെടുക്കുന്ന സമീപനം തന്നെയാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പം അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, അരുൺ ജെയ്റ്റ്ലിയുടെ ഇന്നത്തെ പ്രസ്താവന ഈ ജനസംഖ്യയുടെ വർധനവാണ് ഇത്ര ക്യൂ വരാൻ കാരണമെന്നുള്ളത്. എത്ര പുച്ഛത്തോടെയാണ് അദ്ദേഹം ഇതിനോട് എടുത്തിട്ടുള്ള നിലപാട്. അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോഡി മത്സരിച്ചതുപോലെ തന്നെ മത്സരിച്ച് 33,000 വോട്ടിന് പരാജയപ്പെട്ട വ്യക്തിയാണ്. 33,000 വോട്ടിന്. അതെ, 1 ലക്ഷത്തി. ഉടനെ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും രാജ്യസഭയിലൂടെ നോമിനേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ജനാധിപത്യത്തോടുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു JNU തെരഞ്ഞെടുപ്പ്. JNU ഒരു മിനി ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ, അതും ഉയർന്ന നിലവാരത്തിലുള്ളവർ പഠിക്കുന്ന JNU മറിയും രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയുടെ ഒരു പ്രതിഫലനമായി JNU തെരഞ്ഞെടുപ്പ് ഫലം പണ്ട് മുതലേ വിലയിരുത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി JNU തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നു. അതുപോലെയാണോ മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ്? അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ശിവസേനയുടെ നിലപാടെന്താ? സഖാവ് പിണറായി കേരളത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രക്ഷോഭത്തിന് പിന്തുണ അവിടെ വന്നു തന്നവരാ ശിവസേന. പരസ്യമായി പറഞ്ഞതാ, താക്കറെ ഉൾപ്പെടെ പരസ്യമായി സർക്കാരിൻ്റെ നിലപാടിന് യോജിപ്പില്ല. അവിടെ നിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നല്ലോ ശിവസേന അവിടെ വോട്ട് ചോദിച്ച് പോയ സമയത്ത് ശിവസേന ഈ നിലപാടിനെതിരെയാണ് പരസ്യമായി പറഞ്ഞത്. ശിവസേന നേതാക്കന്മാർ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെതിരെയാണ് പ്രസംഗിച്ചത്. ശിവസേനക്ക് വോട്ട് കിട്ടി.
അപ്പോൾ അത് നിങ്ങളുടെ ഈ തീരുമാനത്തിന്റെ ഭാഗമായി കിട്ടിയ വോട്ടാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയാൻ പറ്റുമോ? അത്ര ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്താ 2.5 കൊല്ലം നിങ്ങൾക്ക് സേവ് ചെയ്യാം, 2.5 കൊല്ലം കഴിഞ്ഞു, നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്റെ വിധിയെഴുത്ത്. അപ്പോൾ പ്രശ്നം അതൊന്നല്ല. പ്രശ്നം എന്താണ്? ജനങ്ങളെതിരാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സർവേ ഫലം അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നില്ലല്ലോ. ഇന്ത്യയിൽ ഇവിടെ ഒരു മീഡിയ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പരിശോധിക്കപ്പെടണം. പല വാർത്തകളും വരുന്നില്ല. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ബീഹാറിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജനം ആക്രമിക്കപ്പെടുന്നു. ബാങ്കിൽ ക്യൂ നിൽക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടെ പുരുഷ പോലീസിനെയും മറ്റും വെച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ഇത് വാർത്തയായി വരുന്നില്ല ലാലേ. ഇത് വാർത്തയായി വരാത്ത രീതിയിലേക്കുള്ള ഒരു സ്ക്രൂട്ടനൈ അല്ലെങ്കിൽ കൃത്യമായി ഇതിൻ്റെ ഒരു തടയൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയ എമർജൻസി നമ്മുടെ രാജ്യത്ത് നാം പോലും അറിയാതെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെതിരെയുള്ള വികാരത്തെ തമസ്കരിക്കാനുള്ള തന്ത്രം നടക്കുന്നു. അപ്പൊ ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. BJPയുടെ RSSന്റെ ചരിത്രവും പാതയും തിരിച്ചറിയുന്നവർ ഇതിൽ അത്ഭുതപ്പെട്ടില്ല. ശ്രീ KVS ഹരിദാസ്, ഈ പറയുന്ന പ്രതികരണങ്ങൾക്കപ്പുറം ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം, രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ നേരേക്ക് തിരിയേണ്ടതില്ല, അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നാണ് അറിയേണ്ടത്. ഈ പ്രധാനമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കഴിവില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് കഴിവില്ലായ്മയും അതുപോലെ അദ്ദേഹത്തിന്റെ ദുരഭിമാനവുമാണ് രാജ്യത്തെ ജനങ്ങളെ ഈ രീതിയിൽ കഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് ശരിയല്ലേ? ഒരു കണക്കിന് പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു ആശങ്കയുണ്ട്. അരുൺ ജെയ്റ്റ്ലി പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പിന്നീട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ്. സാമ്പത്തിക വിദഗ്ധരൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ലോകത്ത് നടക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്ത പ്രധാനമന്ത്രിയുടെ കഴിവില്ലായ്മയും അദ്ദേഹത്തിന്റെ ദുരഭിമാനവും ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. എങ്ങനെ പ്രതികരിക്കും? അല്ലേ, ഇതൊരു വലിയ പ്രതിസന്ധി എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മുതലേ പ്രധാനമന്ത്രി തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ വച്ചത്. അദ്ദേഹത്തിൻ്റെ നവംബർ 8 രാഷ്ട്രത്തോടുള്ള പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു 50 ദിവസം എടുക്കും ഈ സാധാരണ നിലയിലാവാൻ. 50 ദിവസം തരുമെന്നാണ്. അല്ല പിന്നെ നവംബർ മാസം 8-ാം തീയതി പ്രധാനമന്ത്രി 50 ദിവസം പറഞ്ഞില്ല. അത് ശുദ്ധ 3 ദിവസമാണ് പറഞ്ഞത്. ബാങ്ക് അടച്ചിടും, ATM ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ ഗവൺമെന്റ് ദിവസം. അത് മാത്രമല്ല, കള്ളപ്പണം പിടിക്കുന്നതിന് വേണ്ടിയിരുന്നാണ് പറഞ്ഞത് അന്ന്. അതൊക്കെ മാറി ഇപ്പൊ പ്ലാസ്റ്റിക് മണിയായി. അല്ല ഈ കള്ളപ്പണം പിടിക്കുന്നതിന്റെ ഭാഗമല്ലേ റെജി പ്ലാസ്റ്റിക് മണി കൊണ്ടുവരുന്നത് ഉൾപ്പെടെ. ഞാൻ ഇടയ്ക്കേണ്ട പാടില്ല, ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഞാനിത് പറയുന്നത് സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന ഒരു വലിയ പരിഷ്കാരങ്ങളുടെ തുടർച്ചയാണ് ഇതൊക്കെ തന്നെ. ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല. ഇത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഒന്നായിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇതും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ, വ്യക്തിപരമായ വിലയിരുത്തൽ, ആദായ നികുതി പോലും റദ്ദാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് മാറാൻ കഴിയും. ഇത് ഈ കംപ്ലീറ്റ് ബാങ്ക് ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ചുമത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യ. ഞാനൊന്ന് പറഞ്ഞോട്ടെ റെജി, ഇടയ്ക്ക് കയറി ഇടപെട്ടാൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. നികുതി ചുമത്തുന്ന ആദായ നികുതി പോലും വേണ്ടെന്ന് വെക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാമ്പത്തിക ക്രമീകരണത്തിലേക്ക്, ഒരു നികുതി പരിഷ്കരണത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വിശ്വാസം. കാരണം കുറേ നാളുകളായിട്ട് BJPക്ക് ഉള്ളിൽ ചർച്ച നടക്കുന്നൊരു വിഷയം കൂടിയാണത്. പല സാമ്പത്തിക വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിച്ച വിഷയം കൂടിയാണ്. ആ തലത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പ്ലാസ്റ്റിക് പണിയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെയൊക്കെയാണ് നടക്കുക. ഇത്ര ദിവസമാണ് കാര്യങ്ങൾ വേണ്ടി വരിക. ഇത് ഏറ്റവും അവസാനം നികുതി പിരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം മാത്രമാണ് ഇപ്പോൾ വരുന്നത്. നരേന്ദ്രമോദി എന്ന ഒരു വലിയ പ്രതീകത്തിന്റെ മൂർത്തിയുടെ മുന്നിൽ ഭക്തിപൂർവ്വം ഉണ്ടാകുന്ന ഒരു വിശ്വാസം. അല്ലേ പാർലമെന്റിലെ ചർച്ചയ്ക്ക് ആരാണ് എതിരുള്ളത്? രാജ്യസഭയിൽ ചർച്ച തുടങ്ങിയില്ലേ? നമ്മളെല്ലാവരും കൂടി കണ്ടതല്ലേ?
രാജ്യസഭയിൽ ചർച്ച തുടങ്ങി, പ്രധാനമന്ത്രി വരണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി വന്നിരുന്നു ഒരു ദിവസം. പ്രധാനമന്ത്രി ചർച്ച നടക്കുമ്പോൾ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് മറുപടി പറയാനോ ബിജെപിയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഈ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ആക്ഷേപിച്ചില്ലേ? അവർ കള്ളപ്പണത്തിന് കൂട്ടുനിൽക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കള്ളപ്പണം പിടിക്കുന്ന രീതിയോ അല്ലല്ലോ, വെളുപ്പിക്കുന്നതിനുള്ള നിയമമല്ലേ പാസ്സാക്കിയത്? അപ്പോ ആ കാര്യങ്ങൾ പറയാതെ, അവരെ പ്രകോപിപ്പിക്കാതെ, അവരെയും കൂടെ കൂട്ടിൽ ഇരുത്തി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാലേ, പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ എവിടെയെങ്കിലും പോയിട്ട് പ്രസംഗിക്കാൻ പാടില്ല. പാർലമെന്റിൽ നടക്കുന്ന സമയത്ത് പൊതുയോഗത്തെ പ്രസംഗിക്കാൻ പാടില്ല. ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. അവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ കുറിച്ച് പ്രധാനമന്ത്രി യാതൊന്നും പറയാൻ പാടില്ല. അതൊന്നുമല്ല, പക്ഷേ അതൊന്നുമല്ല. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ നേതാക്കന്മാര് പ്രധാനമന്ത്രിയും BJPയും കേന്ദ്രമന്ത്രിമാരും അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. എത്രയോ നേതാക്കന്മാരെ ഓരോ ദിവസം ചാനലുകളുടെ മുമ്പിലും, കാരണം അവർക്ക് പൊതുയോഗങ്ങൾ നടത്താൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ജനങ്ങളുള്ള ക്യൂവിലേക്ക് എന്നിട്ടാണ് ഇപ്പൊ പലരും നമ്മൾ കണ്ടതാണ്. അതല്ലാതെ BJP ദിവസമാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. നവംബർ 8 മുതൽ ഡിസംബർ 31 തീരുകയും ചെയ്യും. അങ്ങ് ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നവും തീരും എന്ന് ഇന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? എൻ്റെ വിശ്വാസം ഡിസംബർ 31 മുമ്പ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവും. സാധാരണ നിലയിലേക്ക് ഇന്ത്യയുടെ എക്കണോമി ചെന്നെത്തും. ഇപ്പം ആകെയുള്ള കറൻസിയുടെ ഷോർട്ടേജാണ്. ആ കറൻസിയുടെ ഷോർട്ടേജ് പരിഹരിക്കാൻ അത് അച്ചടിക്കുന്നത് മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ നാളെ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. 30 സെക്കൻഡിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്. ലോകത്തിൽ ഒരു രാജ്യവും കറൻസി രഹിതമായിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. കറൻസിയുടെ വേരിയേഷൻസ് ഉണ്ട്, ഒറ്റ രാജ്യം പോലും ഇല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കേരളത്തിലെ 13 ലക്ഷം വരുന്ന ക്ഷീര കർഷകർക്ക് 1 രൂപ പോലും പ്രതിഫലം കിട്ടിയിട്ടില്ല. പണയം ബാങ്കുകളിൽ, സ്വകാര്യ ബാങ്കുകളിൽ വെച്ചിരിക്കുന്ന ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ പണയ വസ്തു തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് സ്വകാര്യ ബാങ്കുകൾ അനുവദിക്കുന്നില്ല. അപ്പൊ ഈ രാജ്യത്തെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ കൊലപാതകത്തിലേക്കാണ് നരേന്ദ്രമോദിയും ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ശ്രീ ഉണ്ണിത്താനും റിയാസും 10 സെക്കൻഡ് വീതം എന്ത് പറയും? ശ്രീ ഉണ്ണിത്താൻ. അത് ഞാൻ പറഞ്ഞല്ലോ, വികസിത രാജ്യങ്ങളിൽ ഈ കറൻസി രഹിത സമൂഹം ഒരു പരീക്ഷണം നടത്തി അവിടെയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞല്ലോ ഡിസംബർ 31, ഞാൻ പറയുന്നത് ഡിസംബർ 31 കഴിയുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ്. ഈ ക്രൈസിസ് ഇനി ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം തീരാൻ. റിയാസ്, താങ്കൾ അവസാനിപ്പിക്കാം. അല്ല, BJPക്ക് അകത്തും ഇത് കുറേ കാലമായി ചർച്ച ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു. എന്നാൽ BJPക്ക് അകത്ത് ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത് BJPയിലെ പല നേതാക്കന്മാരാണ്, MP-മാരാണ്. സുബ്രഹ്മണ്യ സ്വാമി, ശത്രുഘ്നൻ സിൻഹ, RSSൻ്റെ തലവൻ ഗോവിന്ദാചാര്യ. മുന്നണിക്കകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ മുന്നണിയിലെ പ്രധാന പാർട്ടി ശിവസേന ഇതിനെ എതിർക്കുന്നു. അപ്പോൾ ഇത് എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ഇത് എവിടെയും ചർച്ച ചെയ്തില്ല എന്ന് പറയുന്ന റിയാസിനെ പോലുള്ളവർ കരുതുന്നത്. എന്തായാലും പ്രതിസന്ധി തീരുന്നില്ല, 50 ദിവസം കൊണ്ട് തീരില്ല എന്ന് സർക്കാരും പറയുന്നു. 6 മാസം വരെ വേണം നോട്ടടിച്ച് തീരാനെന്ന് അരുൺ ജെയ്റ്റ്ലിയും. ഇതെല്ലാം കഴിഞ്ഞ് തീരുമ്പോൾ എന്തൊക്കെയാകും ബാക്കി ഉണ്ടാകുക? ചർച്ച വീണ്ടും തുടരും. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.